എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ചുട്ടുകളകയത്രേ അതിൻ്റെ അവസാനം. പ്രിയമുള്ളവരെ, നമ്മളെല്ലാ ദിവസവും വചനം കേൾക്കുന്നു. ധാരാളം വചനം നമുക്ക് മനഃപ്പാഠമാണ്. പക്ഷേ അതിനനുസരിച്ചുള്ളൊരു പ്രതികരണം നമ്മിൽ ഉളവാകുന്നുണ്ടോ? അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ ആദ്യ അവസാനം വായിച്ചു നോക്കിയാൽ കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് ശേഷം ശിഷ്യന്മാർ വളരെ ശക്തമായ ഭാഷയിൽ കർത്താവ് അവരെ ചുമതലപ്പെടുത്തിയ പ്രകാരം വചനം എല്ലായിടത്തും പ്രസംഗിച്ചു. കേട്ടവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി തങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ആരാഞ്ഞറിയുകയും അത് ഹൃദയപൂർവ്വം അനുസരിച്ച് രക്ഷ പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ ചിലർ കോപാകുലരായി ശിഷ്യന്മാരെ ഉപദ്രവിക്കുകയും തടവിലാക്കുകയും അവരിൽ ചിലരെ കൊല്ലുകയും ചെയ്തു. ഈ ലോകത്ത് ഇന്ന് 2 കൂട്ടം ജനങ്ങളാണുള്ളത്. ദൈവവചനം കേട്ടനുസരിച്ച് നിത്യരക്ഷയുടെ പ്രത്യാശയിൽ ജീവിക്കുന്നവരും വചനം തള്ളിക്കളഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരും. ദൈവമില്ല എന്നോ ദൈവം ചോദിക്കുകയില്ലെന്നോ അല്ലെങ്കിൽ സ്വന്തം നീതിയിൽ ആശ്രയിച്ച താൻ മറ്റ് ഏതൊരാളെക്കാളും തികച്ചും യോഗ്യനെന്ന് വെറുതെ ചിന്തിച്ച് ജീവിക്കുന്നവരൊക്കെയാണിവർ. ദൈവവചനത്തിൻ്റെ മുന്നിൽ വന്ന് സ്വയം ശോധന ചെയ്യാത്തിടത്തോളം ഇവരുടെ ഉള്ളിൽ പാവബോധമോ തുടർന്നുണ്ടാകേണ്ട മാനസാന്തരാനുഭവമോ രക്ഷാനിർണയമോ ഒന്നും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. എത്ര വചനം ഇവരോട് പറഞ്ഞാലും ഇവർ തികച്ചും നിസ്സംഗതയോടെ ആകും അത് കേൾക്കുക. ഒരിക്കലും അത് അവരുടെ ഹൃദയത്തിൽ സ്പർശിക്കുകയോ വിശ്വാസമായി പരിണമിക്കുകയോ അതവർക്ക് ഉപകാരമായി വരികയോ ഇല്ല. അവരവരുടെ പാപത്തിൽ മരിക്കുകയും ശേഷം അന്ത്യന്യായ വിധിയിൽ നിത്യ അഗ്നിക്ക് ഇരയായിത്തീരുകയും ചെയ്യും. ഇതാണ് വചനം ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മളിതിൽ ഏത് വിഭാഗത്തിൽ വരുമെന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവവചനത്തിന് മാറ്റമില്ല. ഇത് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന നിമിഷം ദൈവത്തിൻ്റെ മുമ്പാകെ വിനയപ്പെടുക. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. പ്രിയമുള്ളവരെ, നാമും വചനം കേട്ടവരാകുന്നു. എന്നാൽ കേൾക്കുമ്പോൾ അത് വിശ്വാസമായി പരിണമിക്കാതിരുന്നാൽ കേട്ട വചനം നമുക്ക് ഉപകാരമായി വരില്ല. ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം. അതുകൊണ്ട് സമയം ഇനി നഷ്ടപ്പെടുത്തരുത്. ദൈവവചനം കേട്ട് വിശ്വസിച്ച് അനുസരിക്കുക. നാളെ എന്ന് പറഞ്ഞ് നാം നമ്മുടെ ദിവസങ്ങൾ വൃഥാവാക്കരുത്. നാളെ നമുക്കുള്ളതല്ലെന്ന് ഓർക്കുക. ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആലോചന വിശ്വസിച്ച് ഏറ്റെടുക്കുക. ജീവരക്ഷ ഉറപ്പാക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.